2025 ബീഹാറിൽ RJDക്കൊപ്പം അധികാരം പിടിക്കാമെന്ന് മോഹിച്ചിരുന്നു കോൺഗ്രസ്. അത് പക്ഷേ ആകെ പാളി. പാർട്ടിയും സഖ്യവും തകർന്നടിഞ്ഞു. അതിനെല്ലാം ശേഷം ഇതാ കോൺഗ്രസ് പുതിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. ബീഹാറിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച 6 MLA-മാരും NDA ക്യാമ്പിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. MLA-മാരെ JDU-വിലെത്തിക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ ചുക്കാൻ പിടിക്കുന്നു എന്നാണ് വിവരം. കോൺഗ്രസിനെ തകർക്കുന്നതിനൊപ്പം NDA-യിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുക എന്നതുകൂടിയാണ് നിതീഷിന്റെ ലക്ഷ്യം. ബീഹാറിൽ മറ്റൊരു വിസ്മയം സംഭവിക്കുകയാണ്. ആദ്യം എക്സ്ട്രാ. 6 MLA-മാർ NDA പക്ഷത്തെത്തുന്നതോടെ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം 0-മായി മാറും. 6 പേരും JDU ക്യാമ്പിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 6 കോൺഗ്രസ് MLA-മാരും ആശയവിനിമയം നടത്തിയെന്ന അവകാശവാദം JDU ഏതാനും ദിവസങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ഇവർ കൂടി എത്തുന്നതോടെ സഖ്യത്തിൽ BJP-യേക്കാൾ സീറ്റുകളോടെ ആധിപത്യം ഉറപ്പിക്കാനാകുമെന്നതാണ് JDU ലക്ഷ്യം വെക്കുന്നത്. എല്ലാം അഭ്യൂഹമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. പാർട്ടി വിട്ട് MLA-മാർ പോകില്ലെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പറയുന്നു. രാഷ്ട്രീയ എതിരാളികൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം പറയുന്നു. പക്ഷേ ഇക്കാര്യം വിശദീകരിക്കാനെങ്കിലും MLA-മാരെ ഒപ്പമിരുത്തിയ ഒരു വാർത്താ സമ്മേളനം നടത്താൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിനാകുന്നില്ല എന്നതാണ് അഭ്യൂഹം ശക്തമാക്കുന്നത്. NDA സഖ്യത്തിന്റെ ശുഭകാലം കൂടുതൽ ശക്തിപ്പെട്ടെന്നാണ് BJP ക്യാമ്പിന്റെ അവകാശവാദം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മഹാഗഠബന്ധനും കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. വോട്ട് ചോരിയും SIR പ്രതിഷേധവുമെല്ലാം ഉയർത്തി രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയിട്ടും കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് പ്രതിപക്ഷ സഖ്യത്തിന് വലിയ ക്ഷീണമായി. ഇതിന് പിന്നാലെയാണ് ആകെയുള്ള MLA-മാരും പാർട്ടി വിടാനൊരുങ്ങുന്നത്. RDX ന്യൂസ് മലയാളം. 6 MLA-മാരാണ്. വാൽമീകി നഗറിൽ നിന്നുള്ള സുരേന്ദ്ര പ്രസാദ്, മനിഹാരിയിൽ നിന്നുള്ള മനോഹർ പ്രസാദ് സിംഗ്, ചൻഭാട്ടിയയിലെ അഭിഷേക് രഞ്ജൻ, അരാരിയയിലെ ആബിദുർ റഹ്മാൻ, കിഷൻഗഞ്ചിലെ കമറുൽ ഹോഡ, ഹോബ്സ്ഗഞ്ചിലെ മനോജ് ബിസ്വാൻ. ഈ MLA-മാർ എവിടെയാണെന്ന് ഒരു പിടിയില്ല. 2 ആഴ്ചയായി ഈ MLA-മാരെ കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവർ കോൺഗ്രസ് നേതൃത്വവുമായും ബന്ധപ്പെടുന്നില്ല, അവരെ അങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. 6 പേരെയും ഫോണിൽ പോലും ബന്ധപ്പെടാനായില്ലെന്നാണ് പുറത്തു വന്ന വിവരം. മകരസംക്രാന്തിയുടെ ഭാഗമായി തിങ്കളാഴ്ച സംഘടിപ്പിച്ച ദഹി ചോര വിരുന്നിലും എത്തിയില്ല. ദഹിച്ചുര, അത് തന്നെ, ദഹിച്ചുര വിരുന്നിലും. അത് ഈ തൈരും അരിയും ചേർത്തുള്ള ഒരു പരിപാടിയാണ്. അതാണ് ദഹിച്ചുര. ഇപ്പോഴാണ് പിടികിട്ടിയത്. അത് ദഹിച്ചുര വിരുന്നിലും എത്തിയില്ല. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ പേരുണ്ടായിട്ടും ഒന്നിൻ്റെയും ഭാഗമായില്ല. പുതിയ തൊഴിലുറപ്പ് പദ്ധതി ബില്ലിനെതിരായ നീക്കം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ നിന്ന് 3 MLA-മാർ വിട്ടുനിന്നു. മറ്റ് തിരക്കുകൾ ഉള്ളതിനാലാണ് MLA-മാർ വിട്ടുനിന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് കുമാർ പറഞ്ഞു. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസ് നേരിട്ടത് കനത്ത പരാജയമാണ്. കോൺഗ്രസ് വിലപേശി മത്സരിക്കാൻ വാങ്ങിയെടുത്തത് 61 സീറ്റാണ്. വിജയം 6 സീറ്റിൽ മാത്രമായിരുന്നു. മഹാസഖ്യം ആകെ 35 സീറ്റിൽ ഒതുങ്ങി. RJD 25 സീറ്റുകൾ നേടി. 2020 കോൺഗ്രസ് മത്സരിച്ചത് 70 സീറ്റിലാണ്. വിജയിച്ചത് 19 സീറ്റുകളിലും. 2020 കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 9.48%. 2025 വോട്ട് വിഹിതം 8.71%. 243-ൽ 202 സീറ്റുകൾ നേടി NDA അധികാരത്തിലെത്തി. BJP 89 സീറ്റും JDU 85 സീറ്റുമായിരുന്നു നേടിയത്. നിരവധി RJD MLA-മാർ NDA-യുമായി ബന്ധപ്പെട്ടു എന്നുകൂടിയാണ് BJP ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മകരസംക്രാന്തി ചടങ്ങുകൾക്ക് പിന്നാലെ അവർ സഖ്യത്തിലെത്തും എന്നാണ് അവകാശവാദം. ഇതാണ് സ്ഥിതി. ഇപ്പോൾ ഈ കാര്യത്തിൽ നീക്കം നടത്തുന്നത് നിതീഷ് കുമാറാണ് എന്ന മട്ടിലാണ് ആദ്യം പുറത്തു വരുന്ന വിവരങ്ങൾ. നിതീഷ് കുമാറിന് NDA-യിലെ പ്രധാനപ്പെട്ട കക്ഷിയാവുകയും വേണം, എന്നാൽ കോൺഗ്രസിനെ നാമാവശേഷമാക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലോചന. അതെ, ഇതിനകത്ത് അത് കറക്റ്റാണ്. അതായത് ഇതിനകത്ത് കോൺഗ്രസ്സിന് ക്ഷീണം എന്ന കാര്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല. 60 സീറ്റുകൾ മത്സരിച്ച് ഈ 6 സീറ്റാണ് അവർക്ക് കിട്ടിയത്. 6 സീറ്റ് തന്നെയും ഇപ്പോൾ നഷ്ടമാകുന്നു എന്നത് ഏതാണ്ട് ഈ വരുന്ന വിവരങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇവർ ഏതാണ്ട് വിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതായത് ഈ സുരേന്ദ്ര പ്രസാദും നമ്മളീ പറഞ്ഞ 2 MLA-മാരിൽ 2 പേര്, സുരേന്ദ്ര പ്രസാദും അഭിഷേക് രഞ്ജനും ഈ തൊഴിലുറപ്പ് നിയമസംരക്ഷണത്തിലുള്ള പരിപാടിയിൽ പങ്കെടുത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സംഗതി ഉണ്ടാകുന്നത്. അതിനുശേഷം പിറ്റേന്ന് മറ്റാണ് ഈ പറയുന്ന ദഹിച്ചുര പരിപാടി. അതിനകത്ത് ഈ 6 പേരും വന്നില്ല. പിന്നീട് അവരെ വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് കോൺഗ്രസിനുണ്ടാകുന്ന ക്ഷീണം വളരെ എവിഡൻ്റ് ആണ്. കോൺഗ്രസ് വാഷ് ഔട്ട് ആവുന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിയമസഭയിൽ കോൺഗ്രസിന് അംഗങ്ങൾ ഉണ്ടാവില്ല ഇവർ പോയാൽ. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, BJP-യേക്കാൾ ശക്തരായിട്ട് JDU വീണ്ടും മാറും എന്നതാണ്. അതായത് സത്യത്തിൽ കോൺഗ്രസിന് മാത്രമാണോ ക്ഷീണം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഉറപ്പായിട്ടും ക്ഷീണമുണ്ട്. പക്ഷേ BJP-ക്ക് ക്ഷീണമാണ്. കാരണം നിതീഷ് കുമാറിൻ്റെ പാർട്ടി അവിടെ കൂടുതൽ ശക്തരാകും എന്നാണ്. ചെറിയ വ്യത്യാസത്തിലുള്ളവർക്ക് 89 BJP, JDU 85. അപ്പോൾ 6 പേര് കൂടെ ചേർന്നാൽ ഇത്രയും 91 പേര് അവിടെ
ഉണ്ടാകും. അപ്പോൾ 89-92 2 സീറ്റുകളുടെ കൂടെ അവർക്ക് എക്സ്ട്രാ കിട്ടും. ഇന്ന് മാത്രമല്ല, അതിനകത്ത് മറ്റ് ഈ BJP NDA പാളയത്തിലുള്ള ഈ കുശ്വാഹയുടെ പാർട്ടിക്കകത്തും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. 4 പേര് അവിടെ അത് പക്ഷേ BJPക്ക് അനുകൂലമായിട്ടാണ്. അതായത് കുശ്വാഹയുടെ പാർട്ടിയിലെ കുറച്ച് ആളുകൾ BJP നേതൃത്വത്തെ സമീപിച്ച് അങ്ങോട്ട് വരാം എന്നാണ് പറയുന്നത്. അത് കുശ്വാഹയുടെ ഭാര്യ അടക്കമുണ്ട് അത്രേ. അപ്പോൾ അവിടെ സംഗതി ആകെ ഭയങ്കര രസകരമാവുകയാണ് ബീഹാറിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങോട്ട് വേണമെങ്കിലും ഈ കാര്യങ്ങൾ നീങ്ങാം, എന്തും സംഭവിക്കാം. നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ട വളരെ സോളിഡായിട്ടുള്ള JDUവും BJPയും ചേർന്ന സർക്കാർ, ഉപമുഖ്യമന്ത്രിയായിട്ട് BJPയുടെ നേതാവുണ്ട് അവിടെ. അപ്പോൾ BJPക്ക് എന്നുള്ള വളരെ ശക്തിയായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പിടുത്തം ഉള്ളൊരു സർക്കാർ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു തോന്നലിനെ മറികടക്കുന്ന ഒരു കാര്യം ഇപ്പുറത്ത് നടക്കുന്നു അസാധാരണ വിധത്തിൽ. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനകത്ത് പക്ഷേ എനിക്കുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഹർഷ, അതായത് ഈ കോൺഗ്രസ് 61 സീറ്റുകളിൽ മത്സരിച്ചു, 6 ജയിച്ചത്. അപ്പോൾ നോക്കൂ, അവിടെ ജയിക്കണമെങ്കിൽ അത് എത്രമാത്രം കോൺഗ്രസ് സീറ്റായിരിക്കും, അല്ലെങ്കിൽ അത് ഈ വ്യക്തിപരമായിട്ട് നേതാക്കളുടെയൊക്കെ ഒരു സവിശേഷത കൂടെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ എങ്കിലും നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച ഈ 6 മനുഷ്യർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യം, ഇതൊക്കെ പഴയ കാലത്തിൻ്റെ ചോദ്യങ്ങളാണ്. ഇപ്പോൾ ചോദിച്ച ആൾക്കാർ ചിരിക്കും. BJPയിലേക്കും മറ്റ് അധികാരമുള്ളിടത്തൊക്കെ കോൺഗ്രസ്സുകാർ പോകുന്നത് സ്വാഭാവികമാണ്. ഇത് നോക്കുകയാണെങ്കിൽ BJPയിലേക്കല്ലല്ലോ എന്ന് കോൺഗ്രസ്സുകാർക്ക് ആശ്വസിക്കാവുന്ന വിധത്തിൽ JDUവിലേക്ക് മറ്റൊരു മതേതര പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കാം. BJPയിലേക്കല്ല നേരിട്ട് പോകുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലം തൊട്ട് നമ്മൾ ഈ രാഷ്ട്രീയം കാണുന്നതാണ്. അപ്പോൾ ഒരു ആദർശം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണില്ലേ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടു, ഇപ്പോൾ ഐഷ പോറ്റി അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഐഷ പോറ്റി 5 വർഷത്തോളം കാലം CPM-ആയിട്ട് ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ്, CPM-ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ശേഷമാണ് അവർ കോൺഗ്രസിലേക്ക് ചേർന്നത്. അത് സത്യത്തിൽ നമുക്കത് കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സവിശേഷത. അങ്ങനെ പെട്ടെന്ന് ഒരാൾ ഇരുട്ടി വെളുക്കും മുമ്പ് അധികാര പദവിയുള്ള ഒരാൾ അപ്പുറത്തേക്ക് ചാടുന്നത് അപൂർവമായിട്ടല്ലേ ഉണ്ടായിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇത് ഈ നാടുകളിലൊക്കെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് വെച്ചാൽ BJP വിരുദ്ധതയും കോൺഗ്രസിനോടുള്ള, ഈ കാലത്ത് പോലും കോൺഗ്രസിൻ്റെ പേരിൽ സീറ്റ് കിട്ടുന്ന ആളുകൾ അത്രമാത്രം കോൺഗ്രസ് രാഷ്ട്രീയം മനസ്സിലുണ്ടാകുന്ന മനുഷ്യരായിരിക്കുന്നില്ലേ നമ്മൾ വിചാരിക്കുക. അവിടെ 61 മത്സരിച്ച് 6 സീറ്റേ കിട്ടിയുള്ളൂ. 6 സീറ്റാണ് കിട്ടുന്നതെങ്കിൽ കനൽ 6 തരിമതി എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് അവരുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുകയല്ലേ വേണ്ടത്. പക്ഷേ നേരെ അപ്പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. അതും ബീഹാർ എന്ന് വെച്ചാൽ കോൺഗ്രസിനൊക്കെ അവരുടെ മതേതര രാഷ്ട്രീയത്തിനൊക്കെ നല്ല വേരുറപ്പുള്ള സ്ഥലം തന്നെയായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അവിടെ നിന്ന് യാതൊരു മാറ്റവും ഇല്ലാതെ നമ്മളിത് പറയുമ്പോൾ ആളുകൾ ചിരിക്കും, കാരണം ഇതൊരു പുതിയ കാര്യമാണോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചിരിക്കുമ്പോഴും എനിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഈ മനുഷ്യരൊക്കെ ഈ കോൺഗ്രസിൻ്റെ ബാനർ വെച്ച് ഈ രാഹുൽ ഗാന്ധിയും മറ്റും അവിടെ ചെന്ന് കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ട് അതിനകത്ത് പക്ഷേ വിജയം കിട്ടിയ സ്ഥലങ്ങളിൽ നിന്ന് അവർ രാത്രിക്ക് രാത്രി മുങ്ങുകയാണ് അങ്ങോട്ടേക്ക്. എന്നിട്ട് ഇവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. സ്വന്തം പാർട്ടി നേതാക്കൾ, സഹപ്രവർത്തകർ, തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും പരിപാടിയായിരുന്നല്ലോ ഈ തൊഴിലുറപ്പ് പദ്ധതി. അതിനെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുമ്പോൾ, അതും ബീഹാറിലൊക്കെ അത് വലിയ ഗുണം ചെയ്താണ് നാട്ടുകാർക്ക്, അതിനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പോയ സമരത്തിൽ പോലും പങ്കെടുക്കാതെ പോകുക എന്ന് വെച്ചാൽ ഈ മനുഷ്യരെയൊക്കെ കരിങ്കാലികളെന്നും കാലുമാറ്റക്കാരെന്നും ഈ രാഷ്ട്രീയത്തിൽ പറയേണ്ടുന്ന എല്ലാ മോശം വാക്കുകളും പറയേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സുരേഷ്, ദീർഘകാലം അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഈ അധികാരത്തിൻ്റെ ശീതളിമ എങ്ങനെ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുക എന്നത് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോഴത്തെ പരമപ്രധാന ലക്ഷ്യമായിട്ട് വരുന്ന നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ആദർശനിഷ്ഠയോ അങ്ങനെ ഒരു ദൃഢതയോ ഒന്നും ഈ കാര്യത്തിൽ ഉണ്ടാവില്ല. അതൊക്കെ തന്നെയാണ് ഈ സംഭവിക്കുന്നതും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2014-ലും 2021-നും ഇടയിൽ 400-നടുത്ത് നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയത്. MP-മാരും MLA-മാരും മുഖ്യമന്ത്രിമാരും അടക്കം 177 ജനപ്രതിനിധികളും അതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ കൂറുമാറിയ ജനപ്രതിനിധികൾ 45% എത്തിയത് BJP ക്യാമ്പിലാണ് എന്നതാണ് കണക്കുകൾ. ഓപ്പറേഷൻ താമരയുടെ ഭാഗമായ മധ്യപ്രദേശ്, മണിപ്പൂർ, ഗോവ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളാണ് ഇതിലേറെയും. ബീഹാറിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുൻപ് 3 കോൺഗ്രസ് MLA-മാർ BJP പാളയത്തിലെത്തിയിരുന്നു. ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട ആകെ 6 MLA-മാരും 6 മാസത്തിനകം തന്നെ കോൺഗ്രസിനെ കൈവിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അടുത്ത വിഷയത്തിലേക്ക്